സ്വർണ്ണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി SIT സംഘം ചോദ്യം ചെയ്യുകയാണ്. തിരുവനന്തപുരത്താണോ പത്തനംതിട്ടയിലാണോ ചോദ്യം ചെയ്യൽ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പത്തനംതിട്ടയിലാണ് എന്ന സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, തിരുവനന്തപുരത്ത് പോലീസ് ക്ലബിലോ മറ്റോ ആണോ ചോദ്യം ചെയ്യൽ എന്ന സംശയമുണ്ടായിരുന്നു ആദ്യം. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? കൂടുതൽ സാധ്യത പത്തനംതിട്ടയിലേക്കാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പക്ഷേ അത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പത്തനംതിട്ട എന്നൊരു സൂചനയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കടയിലെ വെങ്കടേഷിൻ്റെ ADGP വെങ്കടേഷിൻ്റെ ഓഫീസിന് മുന്നിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടം കേന്ദ്രീകരിച്ച് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നിർണായകമായ ചർച്ചകളും യോഗങ്ങളും എല്ലാം നടന്നിരുന്നത്. അതിനാൽ ഇവിടെയാകുമോ ചോദ്യം ചെയ്യൽ എന്നൊരു സംശയമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോഴും അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അകത്ത് പോലീസ് വാഹനങ്ങൾ പലത് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പോലീസ് വാഹനങ്ങൾ പലപ്പോഴേ അകത്തേക്ക് വന്നു പോകുന്നതും കാണാം. പക്ഷേ ഇവിടെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതോടൊപ്പം തന്നെ എയർ ക്യാമ്പ് അടക്കമുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയും ഇപ്പോഴും ഉണ്ടാകുന്നില്ല. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. നിർണായകമായ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്നുള്ള സൂചനകൾ കൂടി പുറത്തേക്ക് വരികയാണ്. പ്രജീഷ്, അമലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണോ പത്തനംതിട്ടയിലാണോ എന്ന സാധ്യതകളായി തന്നെ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഒരു സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പോകുന്നില്ല, അങ്ങനെ ഒരു വിവരങ്ങൾ നൽകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമലാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത്, ചോദ്യം ചെയ്യൽ അത് എവിടെയും ആകട്ടെ, അതിന് അല്പസമയത്തിനകം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ നമുക്ക് എവിടെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം ലഭ്യമാവുകയാണ്. സാധാരണ അങ്ങനെയാണ്. അപ്പോൾ ഇനി അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം ചോദ്യം ചെയ്യലിലൂടെ പുറത്തേക്ക് വരാൻ ഉള്ളത്? പിന്നീട് ഇന്ന് തന്നെ അറസ്റ്റിനുള്ള സാധ്യത ഉണ്ടാകുമോ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ്. പ്രതീക്ഷ രണ്ട് സാധ്യതകളും നമ്മൾ മുന്നിൽ കാണണം. ഒന്ന്, പ്രത്യേക അന്വേഷണ സംഘം എല്ലാ വിവരശേഖരണത്തിന് ശേഷം അറസ്റ്റിന് ഉതകുന്ന തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറയുകയും അങ്ങനെ ഹാജരാകാനെത്തി അന്വേഷണ സംഘത്തിന് തൃപ്തികരമായ രീതിയിലുള്ള വിവരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറസ്റ്റിലേക്ക് നീങ്ങാം. ഇനിയല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിലല്ല, പുളിമാത്തുള്ള വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ കൃത്യമായും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തി കൃത്യമായ വിവരശേഖരണത്തിന് ശേഷം അല്ലാതെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്, ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കാനുള്ള സാധ്യതയും നമ്മൾ മുൻകൂട്ടി കാണണം. കാരണം പല തരത്തിലുള്ള തെളിവ് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിനകത്തും പുറത്തുമല്ല. അപ്പോൾ ആ തെളിവ് ശേഖരണത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കുന്നതെന്നും നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഒരു സോളിഡ് എവിഡൻസ് കിട്ടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ്. അല്ലാതെ ഒരു ധൃതി പിടിച്ച ഒരു അറസ്റ്റിൻ്റെ ഒരു അവസരവും ഇപ്പോൾ ഇല്ല. കാരണം 6 ആഴ്ച അന്വേഷണ സംഘത്തിന് മുൻപാകെ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുന്നതിനായി സമയമുണ്ട്. അപ്പോൾ എടുത്തുചാടി ഒരു നടപടിയിലേക്ക് പോകില്ല. പക്ഷേ ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നടത്തുന്നത്. കാരണം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുമ്പോൾ, കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുടുംബവും ഏത് സമയത്തും ഈ കസ്റ്റഡി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളും നിരന്തരം നിരീക്ഷിച്ചിരുന്നു. മാധ്യമ നമുക്ക് വരും നിമിഷങ്ങളിൽ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില സാധ്യതകളും അനുമാനങ്ങളും ഒക്കെ ശേഷിക്കുന്നുണ്ട്. അതിലൊരു കൃത്യത വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലിലൂടെ എന്തൊക്കെ വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തേടാനാണ് സാധ്യതയുള്ളത്, അതിനുശേഷം ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുമോ അതല്ല അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്, ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ട്.